കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്ന ഒറ്റപ്പെട്ട കലാപങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒത്തൊരുമയോടെ നടത്തിയ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. 1857 നടന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം. The First War of Indian Independence in 1857. We have learned about the isolated resistance that occurred in different parts of the country. The Army of East India Company suppressed them. ഇപ്പോൾ നമ്മൾ പഠിച്ചു ഐസൊലേറ്റഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്ന ഒറ്റപ്പെട്ട എതിർപ്പുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ദ ആർമി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സപ്രസ്ഡ് ദം. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാർ ഈ എല്ലാ നേതൃത്വങ്ങളെയും എല്ലാ കലാപങ്ങളെയും അടിച്ചമർത്തി. By 1857, even people who were loyal to the company turned against them. 1857 ആയപ്പോൾ കമ്പനിയോടൊപ്പം നിന്നിരുന്നവർ പോലും കമ്പനിക്കെതിരെ തിരിയുവാൻ തുടങ്ങി. Indian soldiers in the British Army sepoys and the kings who lost their hereditary rights as per the doctrine of lapse were the main leaders of the revolt. അപ്പോൾ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിലുള്ള നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ. അപ്പോൾ ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ ദ ബ്രിട്ടീഷ് ആർമിയിലുള്ള ഇന്ത്യൻ സോൾജേഴ്സ്, ഇവരെ ഷെപ്പോയ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരും കിങ്സ് ഹു ലോസ്റ്റ് ദെയർ ഹെറിഡിറ്ററി റൈറ്റ് ആസ് പെർ ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. അപ്പോൾ ഡോക്ട്രൈൻ ഓഫ് ലാപ്സിലൂടെ നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്ന ഇന്ത്യൻ സോൾജേഴ്സായ ഷെപ്പോയ്സും കിങ്സ് ഹു ലോസ്റ്റ് ദെയർ ഹെറിഡിറ്ററി റൈറ്റ്സ് ആസ് പെർ ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡോക്ട്രൈൻ ഓഫ് ലാപ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഡോക്ട്രൈൻ ഓഫ് ലാപ്സും സബ്സിഡറി അലയൻസിനെ കുറിച്ചും പഠിച്ചായിരുന്നു. അപ്പോൾ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്തായിരുന്നു? പുരുഷ അന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ അന്നൊക്കെ കുട്ടികളെ ദത്തെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അധികാരം ലഭിച്ചിരുന്നു. പുരുഷ അന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുമായിരുന്നു. ദത്തെടുക്കുന്നൊരു സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ദത്തെടുക്കുന്ന കുട്ടികൾക്കായിരുന്നു രാജാധികാരം ലഭിച്ചിരുന്നത്. പക്ഷേ ലോർഡ് ഡാൽഹൗസി നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം ഡോക്ട്രൈൻ ഓഫ് ലാപ്സിൽ രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അന്തരാവകാശികൾ ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായി. അതായിരുന്നു ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ രാജാധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. The living conditions of sepoys were miserable and they had to lead a hard life. ശിപ്പായിമാർ എന്നുവെച്ചാൽ സെപ്പോയ്സ്, ശിപ്പായിമാർ നയിച്ചിരുന്ന ജീവിതം വളരെ ദുഃഖകരമായ ജീവിതമായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം അസംതൃപ്തരാക്കിയ കാരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. The conditions that made sepoys disappointed. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. വാട്ട് were the conditions that made sepoys disappointed എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരമായിട്ട് കൊടുക്കാവുന്നതാണ്. Meager wages, prolonged working hours, denying leave, slave-like treatment by superior officials, poor quality food. Meager wages എന്ന് പറഞ്ഞാൽ തുച്ഛമായ ശമ്പളം. Prolonged working hours, ദീർഘനേരമുള്ള ജോലി. Denying leave, അവർക്ക് ഈ സെപ്പോയ്മാർക്ക് അവധിയില്ലായിരുന്നു. Slave-like treatment by superior officials, അടിമകളെപ്പോലെയായിരുന്നു മേലുദ്യോഗസ്ഥന്മാരുടെ
സെപ്പോയിമാരോട് ഉണ്ടായിരുന്ന പെരുമാറ്റം. പുവർ ക്വാളിറ്റി ഫുഡ്, മോശമായ ഭക്ഷണം, ഇതൊക്കെയായിരുന്നു സെപ്പോയിമാരെ അസംതൃപ്തരാക്കിയ കാരണങ്ങൾ. In this context, the company supplied a new type of Enfield rifle to the sepoys. അപ്പോൾ അങ്ങനെയിരിക്കെ ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്ക് പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ കമ്പനിക്കാർ വിതരണം ചെയ്യുന്നത്. There was a rumor that the cartridges to be used in this gun were greased with the fat of cows and pigs. അപ്പോൾ അതിനിടയിൽ ശിപ്പായിമാർക്ക് പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു അപവാദമുണ്ടായിരുന്നു. അപവാദം. അപ്പോൾ there was a rumor, അപ്പോൾ അവിടെ ഒരു അപവാദമുണ്ടായിരുന്നു that the cartridges to be used in this gun, ഈ എൻഫീൽഡ് നമ്മൾ പറഞ്ഞു ശിപ്പായിമാർക്ക് കമ്പനിക്കാർ പുതിയതരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തിരുന്നു എന്ന്. അപ്പോൾ ഈ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ട അവ നിർമ്മിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചായിരുന്നു എന്നൊരു വാർത്ത പ്രചരിച്ചിരുന്നു. Another rumor was that the bread supplied to the sepoys was made from wheat flour mixed with bone powder. മറ്റൊരു വാർത്ത പ്രചരിച്ചിരുന്നത് ശിപ്പായിമാർക്ക് കൊടുത്തിരുന്ന വിതരണം ചെയ്തിരുന്ന ബ്രെഡ് എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ മറ്റൊരു വാർത്തയും പ്രചരിപ്പിച്ചിരുന്നു. This provoked them to rebel. അങ്ങനെ ഈ എല്ലാ കാരണത്താൽ സൈനികർ പ്രകോപിതരാവുകയും അവർ കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. മംഗൾ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സോൾജർ ടു പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഈ ശിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെ ആയിരുന്നു. ഓർഗനൈസ്ഡ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ മിലിറ്ററി ഒഫീഷ്യൽസ് സ്റ്റാർട്ടഡ് ഇൻ മീറൂട്ട്. ഇപ്പോൾ സൈനിക മേധാവികൾക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചു. ഇതാരംഭിച്ചത് മീററ്റിലാണ്. Then the soldiers reached Delhi and proclaimed the last Mughal ruler Bahadur Shah II as the Emperor of India. അതിനുശേഷം കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. Then the soldiers reached Delhi. കലാപത്തിനിറങ്ങിയ സൈനികർ പിന്നെ ഡൽഹിയിലെത്തി. Proclaimed the last Mughal ruler Bahadur Shah II as the Emperor of India. മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. The revolt spread to different parts of North India. അപ്പോൾ ഈ കലാപം മീററ്റിൽ മാത്രമല്ലായിരുന്നു, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. The rulers of princely states who had lost their power also joined the rebellion. അപ്പോൾ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഈ കലാപത്തിൽ പങ്കെടുത്തു. The revolt further spread to Kanpur, Lucknow, Allahabad, Jhansi, Ara and Faizabad. അപ്പോൾ ഈ കലാപങ്ങൾ പടർന്ന പൊട്ടിപ്പുറപ്പെട്ട പ്രദേശങ്ങളുടെ പേരുകളാണ് തന്നിരിക്കുന്നത്. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, അറ ആൻഡ് ഫൈസബാദ്. ഇപ്പോൾ ഇവിടെ ബഹദൂർ ഷാ രണ്ടാമൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെയാണ് കലാപത്തിനിറങ്ങിയ സൈനികർ ഇദ്ദേഹം മുഗൾ ഭരണാധികാരിയായിരുന്നു, അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു. അതിനാൽ കലാപത്തിനിറങ്ങിയ സൈനികർ ഇദ്ദേഹത്തെ ഡൽഹിയിലെത്തി അവസാനത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു, ബഹദൂർ ഷാ II.
The revolt was led by Nana Sahib and Tandya Top in Kanpur, Rani Lakshmi Bai in Jhansi, Begum Hazrat Mahal in Lucknow, Maulavi Ahmadullah in Faizabad, and Kunwar Singh in Arra. കലാപങ്ങൾ കാൺപൂരിലും ഝാൻസിയിലും ലക്നൌവിലും ഫൈസാബാദിലും അറാഹിലുമൊക്കെ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരുടെ പേരുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നാനാ സാഹിബ് ആൻഡ് ടാൻഡിയ ടോപ്പ് ഇൻ കാൺപൂർ. കാൺപൂരിൽ സാഹിബും ടാൻഡിയ ടോപ്പും ഇവർ രണ്ടുപേരുമായിരുന്നു കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. ഭായ് ഇൻ ഝാൻസി. റാണി ലക്ഷ്മി ഭായ് ആരാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഝാൻസി റാണി എന്നാണ് റാണി ലക്ഷ്മി ഭായ് അറിയപ്പെടുന്നത്. റാണി ലക്ഷ്മി ഭായ് ഇൻ ഝാൻസി. ബഗും ഹസറാത് മഹാൾ ഇൻ ലക്നൗ. ബഗും ഹസറാത് മഹാൾ ഇൻ ലക്നൗ. Ahmadullah in Faizabad and Kunwar Singh in Arra. The company suppressed the revolt and Bahadur Shah Zafar was expelled to Rangoon. അപ്പോൾ ഈ കമ്പനിക്കാർ ഈ കലാപം അടിച്ചമർത്തി. സപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തി. അപ്പോൾ ഈ കമ്പനിക്കാർ ഈ കലാപങ്ങളെല്ലാം അടിച്ചമർത്തുകയും ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലോട്ട് കയറ്റി അയക്കുകയും ചെയ്തു. Company suppressed the revolt and Bahadur Shah Zafar was expelled to Rangoon. അങ്ങനെ കമ്പനിക്കാർ ഈ കലാപം അടിച്ചമർത്തുകയും ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലോട്ട് നാട് കടത്തുകയും ചെയ്തു. Let us examine the reasons for the first war of independence. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം തോൽക്കാനുള്ള കാരണങ്ങൾ. Though the revolt was widespread in North India, there was no coordination. The company had all the advantages of stronger military power, better weapons, and coordination. It failed to ensure mass support. The English-educated Indians were against the revolt. The rulers of affluent princely states supported the company. Though the revolt was widespread in North India, there was no coordination. അപ്പോൾ നോർത്ത് ഇന്ത്യയുടെ മിക്ക സ്ഥലങ്ങളിലും ഈ കലാപങ്ങൾ പുറപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യ, നോർത്ത് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. നോ കോഓർഡിനേഷൻ. The company had all the advantages of stronger military power, better weapons, and coordination. ഇപ്പോൾ കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നത് കമ്പനിക്കാർക്കായിരുന്നു. എല്ലാ അഡ്വാൻറ്റേജസും കമ്പനിക്കാർക്കായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അവർക്ക് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, നല്ല സൈനിക ശേഷി, ബെറ്റർ വെപ്പൺസ്, മെച്ചപ്പെട്ട ആയുധങ്ങൾ, കോഓർഡിനേഷൻ, സംഘാടന മികവും ഇതെല്ലാം കൂടുതലും ഉണ്ടായിരുന്നത് കമ്പനിക്കാരായിരുന്നു. ഇറ്റ് ഫെയിൽഡ് ടു എൻഷുവർ മാസ് സപ്പോർട്ട്. അപ്പോൾ ഇന്ത്യക്കാരിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ, നേതൃത്വം ഈ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നില്ല. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വർ എഗെയിൻസ്റ്റ് ദ റിവോൾട്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ഈ സമരത്തിനെതിരായിരുന്നു. ദ റൂളേഴ്സ് ഓഫ് അഫ്ലുവൻറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് സപ്പോർട്ടഡ് ദ കമ്പനി. ഇപ്പോൾ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ പോലും കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതിന് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, ഉത്തരേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. നോ കോഓർഡിനേഷൻ. പിന്നെ കമ്പനിക്കായിരുന്നു കൂടുതൽ സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളുമൊക്കെ എല്ലാം. ഇറ്റ് ഫെയിൽ ടു എൻഷുവർ മാസ് സപ്പോർട്ട്. ഇന്ത്യക്കാരിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ
കലാപകാരികൾ പരാജയപ്പെട്ടു. പിന്നെയോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ പോലും കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. Though the revolt was widespread in North India, there was no coordination. The company had all the advantages of strong military power, better weapons and coordination. It failed to ensure mass support. The English educated Indians were against the revolt. The rulers of affluent princely states supported the company. ഇവിടെ ഒരു മാപ്പാണ് തന്നിരിക്കുന്നത്. ഒബ്സർവ് ദ മാപ്പ് ബിലോ. ഐഡൻറ്റിഫൈ ദ മേജർ സെൻറ്റേഴ്സ് ഓഫ് ദ റിവോൾട്ട്. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യയുടെ മാപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാപ്പിൽ ഈ കലാപങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. മീറൂട്ട്, ഡൽഹി, അവാദ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി, അറ. ഇതൊക്കെയായിരുന്നു കൂടുതലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സ്ഥലങ്ങൾ. The centers of the First War of Indian Independence in 1857. Even though the revolt failed, it was the first mass revolt against the company rule. സമരം പരാജയപ്പെട്ടെങ്കിലും ഈ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ഒരു സമരമായിരുന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈവൻ ദൗ ദ റിവോൾട്ട് ഫെയിൽ, ഈ സമരം പരാജയപ്പെട്ടെങ്കിൽ പോലും ഇറ്റ് വാസ് ദ ഫസ്റ്റ് മാസ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ കമ്പനി റൂൾ. കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഈ സമരം. സോ ദ റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ നാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു. അപ്പം അതാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ചോദ്യം വരാം. വാസ് ദ റിവോൾട്ട് ഓഫ് 1857 കൺസിഡേർഡ് ആസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? അപ്പം അതിന് നമുക്ക് ഈ ഉത്തരം എഴുതാം. ഈവൻ ദൗ ദ റിവോൾട്ട് ഫെയിൽ, ഇറ്റ് വാസ് ദ ഫസ്റ്റ് മാസ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ കമ്പനി റൂൾ. സോ ദ റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. The highlight of the revolt was the sense of unity that the people of India upheld, irrespective of religion. ഇപ്പോൾ കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ മതമൊന്നും നോക്കാതെ, മതത്തിന് അതീതമായി മതങ്ങളൊന്നും നോക്കാതെ ഇന്ത്യ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു ഈ കലാപത്തിൻ്റെ ഹൈലൈറ്റ്, ശക്തി. It was the solidarity that motivated the sepoys to proclaim Bahadur Shah as Shahenshah-e Hindustan, the Emperor of India. അപ്പോൾ ഈ ഒത്തൊരുമയാണ് സെപ്പോയ്സ്, നമ്മുടെ ബ്രിട്ടീഷ് ആർമിയിലുള്ള നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സായ സെപ്പോയ്സിന് ബഹദൂർ ഷാ രണ്ടാമനെ ഷഹേൻഷാഹി ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ദി എംപറർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി ബഹദൂർ ഷായിനെ നിയമിച്ചത് ഈ ഒരു ഐക്യബോധമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. This shows that the British efforts to breed communal hatred had not succeeded at last up to the period of First War of Indian Independence. അപ്പോൾ മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്ന് ഈ സംഭവങ്ങൾ നമ്മൾക്ക് വ്യക്തമാക്കുന്നു. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇനി ഇവിടെ തന്നിരിക്കുന്ന പട്ടിക പൂരിപ്പിക്കാനാണ്. ദ സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ട്, ദ ലീഡേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതാണ്. നാനാ സാഹിബ്, ടാൻഡിയ ടോപ്പ്, ഇതൊക്കെ ലീഡേഴ്സ്. എവിടുത്തെ ലീഡേഴ്സ്? കാൺപൂർ. സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ടിൽ കാൺപൂർ എഴുതുക, എന്നിട്ട് ലീഡേഴ്സിൽ നാനാ സാഹിബും ടാൻഡിയ ടോപ്പും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഝാൻസി തന്നിട്ടുണ്ട്. ഝാൻസി സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ട്, ലീഡേഴ്സ് റാണി ലക്ഷ്മി ഭായ്. അപ്പം അതുപോലെ നമുക്ക് വേറെ അടുത്തതും എഴുതാം. ബഗും ഹസറാത് മഹാൾ. ആദ്യം സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ടിൽ ബഗും ഹസറാത് മഹാളിന് എഴുതുക. സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ടിൽ
ലക്നൗ എന്ന് എഴുതുക. ലീഡേഴ്സിൽ ബഗും ഹസറാത്ത് മഹാൾ എന്ന് എഴുതുക. പിന്നെ അടുത്തത് സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ടിൽ ഫൈസാബാദ് എഴുതുക. ലീഡേഴ്സിൽ മൗലവി അഹമ്മദുള്ള എന്ന് എഴുതുക. പിന്നെ അറാഹ് സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ടിൽ അറാഹ് എഴുതുക. ലീഡേഴ്സിൽ കുൻവാർ സിംഗ് എന്ന് എഴുതുക. അങ്ങനെ ഈ പട്ടിക നമുക്ക് പൂരിപ്പിക്കാൻ കഴിയും. അടുത്തത് ദ റെയിൻ ഓഫ് ദി ക്വീൻ. ഇപ്പോൾ ഇന്ത്യയുടെ ഭരണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ലഭിച്ച ഫലം എന്തായിരുന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക്. The first war of Indian independence in 1857 brought many administrative changes in India. അപ്പോൾ 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. The rule of English East India Company came to an end with the Queen's Proclamation in 1858. അപ്പോൾ അവസാനം 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്റ്റ് റൂൾ ഓഫ് ബ്രിട്ടീഷ് ക്വീൻ. അങ്ങനെ അവസാനം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പോൾ അതാണ് ദ റെയിൻ ഓഫ് ദ ക്വീൻ. അപ്പോൾ അവസാനം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ്, ഭരണ സംവിധാനത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു. അവസാനം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അത് അവസാനിച്ചത് ക്വീൻസ് പ്രൊക്ലമേഷൻ 1858 ക്വീൻസ് പ്രൊക്ലമേഷനിലൂടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നത്. അങ്ങനെ അവസാനം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണം നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലെറ്റസ് അസസ് നോക്കാം. മാച്ച് ദ കോളംസ് ഇൻ ദ ടേബിൾ പ്രോപ്പർലി. ഇപ്പോൾ ഇവിടെ മാച്ച് ഇൻ ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത്. കോളം എയിൽ സാന്താൾ, ബഹദൂർ ഷാ 2, പഴശ്ശി രാജ, നാനാ സാഹിബ്. ബി തലക്കാൽ ചണ്ടു, കാൺപൂർ, സിദ്ധു ആൻഡ് കണ്ണു, ഡൽഹി. നോക്കാം. കോളം എയിൽ ഒന്നാമത്തത് തന്നിരിക്കുന്നത് സാന്താൾ ആണ്. സാന്താൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കോളം ബിയിലെ മൂന്നാമത്തത് സിദ്ധു ആൻഡ് കണ്ണു. എന്തുകൊണ്ടാണ് സിദ്ധു ആൻഡ് കണ്ണു? സിദ്ധു ആൻഡ് കണ്ണു ആണ് സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. അപ്പോൾ സാന്താൾ, സിദ്ധു ആൻഡ് കണ്ണു. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ബഹദൂർ ഷാ 2, ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കോളം ബി അവസാനത്തിലുള്ള ഡൽഹിയാണ്. എന്താണെന്ന് വെച്ചാൽ ശിപ്പായിമാർ ഡൽഹിയിലെത്തിയതിന് ശേഷമാണ് ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. അടുത്തത് പഴശ്ശിരാജയാണ്. അപ്പോൾ പഴശ്ശിരാജയുടെ കലാപത്തിന് സഹായിച്ച കുറേ നേതാക്കളുണ്ട്. അതിലൊരു നേതാവായിരുന്നു തലക്കാൽ ചണ്ടു. അപ്പോൾ അതിവിടെ കോളം ബിയിൽ ഒന്നാമത്തത് കൊടുത്തിട്ടുണ്ട്. പഴശ്ശിരാജ, തലക്കാൽ ചണ്ടു. അടുത്തത് നാനാ സാഹിബ് കാൺപൂർ. കാൺപൂരിൻ്റെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബ്. സിദ്ധു ആൻഡ് കണ്ണു, ബഹദൂർ ഷാ 2 ഡൽഹി, പഴശ്ശിരാജ, തലക്കാൽ ചണ്ടു, നാനാ സാഹിബ്, കാൺപൂർ. നമ്മൾ അടുത്ത് നോക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് were the hardships faced by the farmers due to the tax reforms of British? ഇപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വിവിധ നികുതി സമ്പ്രദായങ്ങൾ മൂലം കർഷകർ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം. വാട്ട് were the hardships faced by the farmers due to the tax reforms? നമുക്ക് പേജ് നമ്പർ 28 എഗെയിൻസ്റ്റ് ദ ഫാമേഴ്സ് എന്ന് പറഞ്ഞ് പേജ് നമ്പർ 28. നമുക്ക് വേണമെങ്കിൽ ഇവിടെ മുതൽ എഴുതാം.
ലീവ്ഡ് ഹെവി ടാക്സസ് മുതൽ ഫോഴ്സ് ടു ബിക്കം ഫാമേഴ്സ് ലേബേഴ്സ് എന്ന് അവിടെ വരെ നമുക്ക് എഴുതാവുന്നതാണ്. മൂന്നാമത്തത്, ഹൗ ഡിഡ് ദ ഇമ്പോർട്ട് പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് അഫക്റ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഇൻ ബംഗാൾ? അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇറക്കുമതിയം ബംഗാളിലെ വിവിധ ജനത വിഭാഗങ്ങളെ എപ്രകാരമാണ് ബാധിച്ചത്? ഇതാണ് ചോദ്യം. പേജ് നമ്പർ 9 നിന്ന് നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് വേണമെങ്കിൽ പേജ് നമ്പർ 29 സഹായത്തോടെ നമുക്ക് എഴുതാവുന്നതാണ്. The large scale export of cotton, the raw material of handloom industry to Britain. ഇപ്പോൾ ബ്രിട്ടനിലേക്ക് കോട്ടൺ, ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കോട്ടൺ കുറേ അധികം ബ്രിട്ടനിലോട്ട് ഈ കോട്ടൺ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് ബാധിക്കുന്നത് ഏത് മേഖലയാണ്? ഇത് ബാധിക്കുന്നത് കോട്ടൺ ഫാമേഴ്സിനാണ് കൂടുതലും ഈ മേഖല ഈ രീതി ബാധിക്കുന്നത്. The large scale import of cheaper textiles manufactured in the British factory. ഇപ്പോൾ ബ്രിട്ടീഷ് ഫാക്ടറിക്ക് കുറഞ്ഞ വിലയ്ക്ക് ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ കൂടുതലും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യക്കാരുടെ തുണികൾ വാങ്ങാൻ കഴിയില്ല. അതെന്തായിരുന്നു? അത് അടുത്ത പോയിന്റിൽ പറയുന്നത്, എക്സസീവ് ടാക്സസ് were levied on clothes made in India. ഇന്ത്യയിലുണ്ടാക്കിയ തുണികൾക്കെല്ലാം അവർ വളരെ ടാക്സുകൾ കൂട്ടിയിടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ്? ഇങ്ങനെ കുറേ ടാക്സുകൾ ചുമത്തുമ്പോൾ, ഇന്ത്യയുടെ തുണികൾ ചുമത്തുമ്പോൾ ഇന്ത്യക്കാരൻ്റെയും ബ്രിട്ടീഷുകാരുടെ വില കുറഞ്ഞ തുണികൾ വാങ്ങി ധരിക്കേണ്ടി വരും. So people had to pay high prices for the clothes made in India, and now gradually Indian handloom industry collapsed. അപ്പോൾ ഈ രീതികൾ ഇമ്പോർട്ട് പോളിസി കൂടുതലും ബാധിക്കുന്നത് കോട്ടൺ ഫാമേഴ്സിനെയും ഹാൻഡ്ലൂം വീവേഴ്സിനെയും. ഇവരാണ് കൂടുതലും ഈ കമ്പനിയുടെ ഇമ്പോർട്ട് പോളിസിയിലൂടെ കൂടുതലും സഹിച്ചിരുന്നത്. What were the changes made in the administration after the first war of Indian independence? ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പഠിച്ചായിരുന്നു. ഇന്ത്യയുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണരീതികളിൽ മാറ്റം വരുത്തി. The rule of English East India Company came to an end with the Queen's Proclamation in 1858. India came under the direct rule of the British Queen. So these were the changes made in the administration after the first war of Indian independence in 1857. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് പഠിക്കാൻ പോകുന്നത്. The strategies of the British adversely affected not only the farmers and the weavers but also the tribals. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ തന്ത്രങ്ങൾ ബാധിച്ചത് കർഷകർക്കും നെയ്ത്തുകാർക്കും മാത്രമല്ലായിരുന്നു, ഗോത്ര ജനത വിഭാഗങ്ങൾക്കും ഇത് ബാധിച്ചിരുന്നു. How did the strategies of the British related to forest adversely affected the life of tribals? അപ്പോൾ ബ്രിട്ടീഷുകാരുടെ തന്ത്രങ്ങൾ ഫോറസ്റ്റിനെ പ്രതികൂലമായി ബാധിച്ചത്, ഈ കാടുകളിലൊക്കെ താമസിച്ചിരുന്ന ഗോത്ര ജനതകളെ പ്രതികൂലമായി ബാധിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് നമുക്ക് എഴുതാം. ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ എഗെയിൻസ്റ്റ് ദ ട്രൈബൽസ്, അത് നമുക്ക് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ അടുത്തത് B. Name any two tribal groups who organized rebellions against the British. ബ്രിട്ടീഷുകാർക്കെതിരെ
ബി. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടത്തിയ 2 ഗോത്ര ജനത വിഭാഗങ്ങളുടെ പേരുകൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പേജ് നമ്പർ 30യിൽ നമുക്കിവിടെ ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് റിബെല്യൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗോത്ര ജനത വിഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് 2 എണ്ണം എടുത്തെഴുതാവുന്നതാണ് അതിൻ്റെ ഉത്തരമായിട്ട്. ചോദ്യം തന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ നടന്ന കലാപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുത്തിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. When various resistance movements against British started in India, Kerala also participated in it. അപ്പോൾ ബ്രിട്ടീഷിനെതിരെ ഇന്ത്യയിൽ കുറേ കലാപങ്ങളും എതിർപ്പുകളും നടന്നപ്പോൾ നമ്മുടെ കേരളത്തിലും കുറേ എതിർപ്പുകളും കലാപങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നു. എ. Who announced കുണ്ട്ര പ്രൊക്ലമേഷൻ against the British? ബ്രിട്ടീഷുകാർക്കെതിരെ ആരാണ് കുണ്ട്ര പ്രൊക്ലമേഷൻ നടത്തിയത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി പഴശ്ശിരാജ, ഓപ്ഷൻ സി വെളുത്തമ്പി ദളവ, ഓപ്ഷൻ ഡി പാളിയാത്തച്ചൻ. ഇതിലാരാണ് കുണ്ട്ര പ്രൊക്ലമേഷൻ നടത്തിയത്? ഇതിലാരാണ്? വെളുത്തമ്പി ദളവ. ഓപ്ഷൻ സി വെളുത്തമ്പി ദളവയാണ് കുണ്ട്ര പ്രൊക്ലമേഷൻ നടത്തിയത്. ഇനി ബി. ഡിസ്ക്രൈബ് ദി ഡിഫറെൻറ്റ് റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് മലബാർ, കൊച്ചി ആൻഡ് ട്രാവൻകൂർ. അപ്പോൾ ഡിഫറെൻറ്റ് റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റ്സ്, ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ എതിർപ്പുകളും മലബാറിൽ, കൊച്ചി, ട്രാവൻകൂർ ഈ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ എതിർപ്പുകളെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനാണ്. മലബാറിൽ ആരായിരുന്നു? മലബാറിലെ പഴശ്ശിരാജ. നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാവുന്നതാണ്. ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാവുന്നതാണ്. പഴശ്ശി റിവോൾട്ട് മുതൽ നമുക്ക് എൻഡഡ് വിത്ത് ദ ഡെത്ത് ഓഫ് പഴശ്ശിരാജ. അത് നമുക്ക് ആദ്യം മലബാർ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇത്രയും സെൻറ്റൻസുകൾ എഴുതാം. പിന്നെ അടുത്തത് ട്രാവൻകൂറിന് നമുക്കിത് എഴുതാവുന്നതാണ്. ദ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് മുതൽ നമുക്ക് ദിസ് വാസ് ദ മെയിൻ റീസൺ ടു ടേൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അവിടം വരെ നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടം വരെ ടു ടേൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. പിന്നെ അടുത്തത് നമുക്ക് ഇനി അവസാനമായിട്ട് കൊച്ചിയാണ്. കൊച്ചി നമുക്ക് എന്ത് ചെയ്യാം? കൊച്ചി നമുക്ക് തനത്താനെ കുറച്ച് ആഡ് ചെയ്യേണ്ടി വരും. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാളിയാത്തച്ചൻ ദളവയെ സഹായിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാവുന്നതാണ്. പാളിയാത്തച്ചൻ, ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി, extended his assistance to Dalawa. So he fought, that is how he fought against the British. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. First War of India's independence in 1857 was one of the major revolts against the British rule in India. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉണ്ടായ കലാപങ്ങളിൽ ഏറ്റവും വലിയൊരു കലാപമായിരുന്നു ഇന്ത്യയുടെ 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. എ. Write any 2 reasons for the failure of the first war of Indian independence in 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതിന് 2 കാരണങ്ങൾ എഴുതുവാനാണ്. ബി. The revolt of 1857 spread to different parts of the North India. Locate the following places in the map of India. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ മാപ്പിൽ 1857 നമ്മൾ പറഞ്ഞു നോർത്ത് ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളിൽ ഈ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, പടർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലങ്ങളുടെ പേര് ഈ മാപ്പിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ 3 സ്ഥലങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ടായിരുന്നു. മീറൂത്ത്, ഝാൻസി, ഫൈസാബാദ്. അപ്പോൾ ഇത് 3 നമ്മളിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മീറൂട്ട്, ഝാൻസി, ഫൈസാബാദ് ഈ 3 സ്ഥലങ്ങളായിരുന്നു അവർ നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന സ്ഥലങ്ങൾ. അത് 3ഉമാണ്. അപ്പോൾ നിങ്ങൾ ഈ മാപ്പ് തരുന്ന മാപ്പുകൾ പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ഫെയിലിയറിന് ഉണ്ടായ 2 റീസൺസ് എഴുതാനാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റീസൺസിൽ നിന്ന് ഏതെങ്കിലും 2 റീസൺസ് എടുത്തെഴുതുവാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ റീസൺസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. The British appointed Indians as their soldiers. They are called as sepoys. Their living conditions were miserable and they had to lead a hard life. This provoked them to rebel. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ സോൾജേഴ്സായിട്ട് നമ്മുടെ ഇന്ത്യക്കാരെ അവർ സോൾജേഴ്സായിട്ട് നിർത്തിയിരുന്നു. അവരെ നമ്മൾ സെപ്പോയ്സ് എന്നാണ് പറയുക. അപ്പോൾ അവരുടെ ജീവിതം വളരെ ദുഃഖകരമായ ജീവിതമായിരുന്നു. അതിനാൽ ഇതായിരുന്നു അവർക്ക് കലാപത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. What were the reasons for the disappointment of sepoys in the British Army? ബ്രിട്ടീഷ് ആർമിയിൽ സെപ്പോയ്സിനെ സങ്കടപ്പെടുത്തിയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? Who was the first Indian soldier to protest against the British? ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ഇന്ത്യയുടെ പട്ടാളക്കാരൻ ആരായിരുന്നു? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പേജ് നമ്പർ 32 ഇവിടെയുണ്ട്. മീഗർ വേജസ്, പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ഡിനൈങ് ലീവ്, സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്, പുവർ ക്വാളിറ്റി ഫുഡ്. പിന്നെ മംഗൾ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സോൾജർ ടു പ്രൊട്ടസ്റ്റ്. അത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. The highlight of the revolt of 1857 was the sense of unity that the people of India upheld irrespective of religion, but it failed. അപ്പോൾ ഈ 1857 കലാപത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആളുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് മതം പോലും നോക്കാതെ ഐക്യത്തോടെ നിന്ന് പ്രതിഷേധിച്ചതാണ്. പക്ഷെ അത് പരാജയപ്പെട്ടു. Explain the reasons for the failure of First War of Indian Independence. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ. Who was proclaimed as the Emperor of India during the revolt of 1857? 1857 ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ II. അദ്ദേഹത്തെയാണ് 1887 കലാപത്തിനിടയിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. അടുത്തൊരു ചോദ്യം. The tribal habitat was rich in mineral deposits, and to exploit these, the British constructed roads and railways to these regions. ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലെ മിനറൽസുമൊക്കെ ചൂഷണം ചെയ്യുക എന്നതായിരുന്നു ബ്രിട്ടീഷിൻ്റെ ഒരു ലക്ഷ്യം. അതിനാൽ അവരവിടെ റോഡുകളും റെയിൽവേകളും ഒക്കെ പണിതുയർത്തി. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ലോഞ്ച് ഓഫ് റെയിൽവേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റെയിൽവേസ് വന്നതിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഇത് പേജ് നമ്പർ 29, ദ ബിഗിനിങ് ഓഫ് റെയിൽവേസ്. അപ്പോൾ ഇതിൽ നമുക്ക് ദ ഇന്ത്യൻ റെയിൽവേസ് വാസ് ലോഞ്ച്ഡ് ഓൺ 16th April 1853. ദ ഫസ്റ്റ് ട്രെയിൻ ഫ്രം ബോംബെ, മുംബൈ to Thane was flagged off at 3:35 p.m. On that day, the train had 14 coaches that carried 400 passengers. അത്രയും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഷോർട്ട് നോട്ടായിട്ട് എഴുതാം. ചോദ്യം എന്തായിരുന്നു? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ലോഞ്ച് ഓഫ് റെയിൽവേ ഇൻ ഇന്ത്യ. ചോദ്യം ബി. ഇൻ വിച്ച് ഇയർ ദ റെയിൽവേ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരള. കേരളയിൽ ഏത് വർഷമാണ് റെയിൽവേ സ്ഥാപിച്ചത്? വർഷമായിരുന്നു ഓൺ മാർച്ച് 1861. On March 1861, the first train from Kerala ran from Tirur to Beypur, March 1861. അതാണ് അവിടുത്തെ ഉത്തരം. In which year the railway was established in Kerala? On March 1861. രണ്ടാമത്തത്. Santals were the inhabitants of the Rajmahal Hills in the Bengal province. ഇപ്പോൾ ബംഗാൾ പ്രദേശത്തെ നിവാസികളായിരുന്നു സാന്താൾസ്. രാജ്മഹൽ കുന്നുകളിൽ നിവാസികളായിരുന്നു സാന്താൾസ്. Who gave leadership to the Santhal rebellion?
സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? സിദ്ധുവും കണ്ണുമായിരുന്നു സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ബി. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ സാന്താൾസ് ടു റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ബ്രിട്ടീഷിനെതിരെ കലാപങ്ങൾ നടത്തുവാൻ വേണ്ടി സാന്താളുകളെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു? അതിൻ്റെ ഉത്തരമാണ് resources were the means of the livelihood of the Sandals. സാന്താളുകളുടെ ലൈവ്ലിഹുഡ് ആയിരുന്നു, അവരുടെ ജോലി പോലെയായിരുന്നു ഫോറസ്റ്റ് റിസോഴ്സസ്. ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ രാജ്മഹൽ ഹിൽസ്. സാന്താൾസ് രാജ്മഹൽ ഹിൽസിലെ നിവാസികളായിരുന്നു. ദേ കളക്റ്റഡ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് കണ്ടക്റ്റഡ് ട്രഡീഷണൽ ഫാമിംഗ്. അവർ ഫോറസ്റ്റ് കാട്ടിലെ വസ്തുക്കളെല്ലാം ശേഖരിച്ച അവരുടെ പാരമ്പര്യ കൃഷി നടത്തിയൊക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ദി കമ്പനി സ്റ്റാർട്ടഡ് ലീവിങ് ഹെവി ടാക്സസ് ഓൺ സാന്താൾ ലാൻഡ്സ്. അപ്പോൾ കമ്പനിക്കാർ സാന്താളുകളുടെ സ്ഥലങ്ങളിൽ നികുതികൾ ചുമത്തുവാൻ തുടങ്ങി. ദേ വർ ഓൾസോ എക്സ്പ്ലോയിറ്റഡ് ബൈ മണി ലെൻഡേഴ്സ്. അപ്പോൾ മണി ലെൻഡേഴ്സിൽ നിന്നും അവർ ചൂഷണം നേരിട്ടിരുന്നു. So, the Sandals fought against the exploitation of the British. അതിനാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പ്രതിഷേധം നടത്തി. The factors that led the Sandals to revolt against the British. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുവാൻ സാന്താളുകളെ പ്രേരിപ്പിച്ചത്, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആണ് അതിൻ്റെ ഉത്തരം. കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതായിരിക്കും, ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ എറ.